കഴിഞ്ഞ ചില കാലങ്ങളിലായി ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ മയക്കുമരുന്നുകൾ വരുന്നുണ്ട്. 2023 മെയ്യിലാണ് അറേബ്യൻ കടലിൽ ഏതാണ്ട് 2500 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. 2024 ഫെബ്രുവരിയിലാണ് ഗുജറാത്ത് തീരത്തോട് ചേർന്ന് 3300 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആൻഡമാൻ തീരത്തോട് ചേർന്ന് ഏതാണ്ട് 6000 കിലോ മയക്കുമരുന്ന് പിടികൂടിയത്. നമ്മുടെ രാജ്യത്തേക്ക് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് നിർബാധം വരുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും ഇവിടുത്തെ ചില വൻ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്നത് നാം കാണും. കപ്പലിലും വിമാനത്തിലും വൻതോതിൽ മയക്കുമരുന്ന് വന്നിറങ്ങുന്നത് അറിഞ്ഞില്ല എന്ന് ഭരണാധികാരികൾക്ക് പറയാനാവുമോ? ഏതായാലും കേരളത്തിലെ പോലീസും എക്സൈസും മാതൃകാപരമായ ഇടപെടലുകളാണ് നടത്തുന്നത്. ഇപ്പൊ സമീപകാലത്തുണ്ടായ ചില ഉദാഹരണങ്ങൾ. ഒരു മയക്കുമരുന്ന് കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയിൽ പോയി റദ്ദു ചെയ്യിച്ച് അയാളെ തമിഴ്നാട്ടിൽ പോയി അതിസാഹസികമായി അറസ്റ്റ് ചെയ്തു. അതുപോലെ ആൻഡമാൻ നിക്കോബാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് കേരള പോലീസ് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നുള്ള ലീഡ് ഉപയോഗിച്ച്. കേരളം കണ്ട ഏറ്റവും വലിയ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തലവനെ ഒഡീഷയിൽ നിന്നാണ് പിടികൂടിയത്. ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് നിർമ്മാണശാലയുടെ ഉടമയായ ശതകോടീശ്വരനെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണ്. അന്താരാഷ്ട്ര ലഹരി മാഫിയയിലെ കണ്ണികളായ ടാൻസാനിയക്കാരെ അറസ്റ്റ് ചെയ്തവരെ കേരള പോലീസാണ്. സർ, എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? ഒരു പ്രത്യേക രാഷ്ട്രീയം അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തിന് നേർക്ക് കണ്ണടച്ചിരിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയം അതിനെ ഇഞ്ചിനിഞ്ചിന് നേരിടുന്നു.